ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോർമലായിട്ടുള്ള ലൈനിങ് ചുരിദാറാണ് 40 സൈസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ തുണി നോർമലി നമ്മൾ ഇടുന്ന പോലെ തന്നെ 4 നമ്മൾ മടക്കിയിടുക. നമുക്ക് എന്നിട്ട് എത്രയാണോ ഇറക്കം വേണ്ടത്, ഇപ്പം ഞാൻ 40 എനിക്ക് ഇറക്കം എടുത്തിരിക്കുന്നത്. 40ൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 42 ഇഞ്ചാണ് ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കം ഞാൻ അടയാളപ്പെടുത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ഒരു സൈഡ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കണം, ലെവൽ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഷോൾഡർ എടുക്കുന്നത് 6.5 ഇഞ്ചിലാണ് ഷോൾഡർ എടുക്കുന്നത്. എന്നിട്ട് താഴത്തേക്ക് ആം ഹോളും 6.5 ഇഞ്ച് തന്നെയാണ് ആം ഹോളും എടുക്കുന്നത്. എന്നിട്ട് 1/2 ഇഞ്ചിന് ഫ്രണ്ടും 1 ഇഞ്ചിന് ബാക്കും ആം ഹോളും നമ്മളിങ്ങനെ കുഴിച്ച് നമ്മൾ ചെയ്യുന്നത്, കർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആം ഹോളിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അപ്പോൾ 1/2 ഇഞ്ചിന് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡ് ഒന്ന് ഒരു 1/4 ഇഞ്ച് കുഴിച്ചിട്ടാണ് നമ്മൾ വെട്ടുന്നത്. അപ്പം നെക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു 2.75-3 ഇഞ്ച് വരെ നെക്ക് വീതി കൊടുക്കാം. നെക്കിൻ്റെ ഇറക്കമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നെക്ക് ഇപ്പോൾ വെട്ടുന്നില്ല, നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഏതെങ്കിലും ടൈപ്പ് നെക്ക് പിന്നെ നമുക്ക് വെട്ടാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പം നെക്ക് വരെയുള്ള കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതി. അപ്പം നമ്മൾ ചെസ്റ്റ് എടുക്കുന്നത് നമുക്ക് 40 സൈസാണ്. അപ്പോൾ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10 ഇഞ്ച് കിട്ടും. 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് 10 അതിൻ്റെ കൂടെ 2 കൂടെ വരുമ്പോൾ 12 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ ലെങ്താണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴത്തേക്ക് 13 ഇഞ്ച്. അപ്പോൾ ഈ വര കണ്ടല്ലോ, നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വരയുടെ അവിടുന്ന് താഴത്തേക്ക് 13 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9 ഇഞ്ച്, 9ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 11 ഇഞ്ചാണ് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ വണ്ണം അടയാളപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ. 36 ഇഞ്ചാണ് ഇവിടുത്തെ റൗണ്ട് വരുന്നത്. ഹിപ്പിൻ്റെ നമ്മുടെ ഷേപ്പിൻ്റെ അവിടുത്തെ റൗണ്ട് വരുന്നത് 36 ഇഞ്ചാണ്. അതുകൊണ്ടാണ് അതിൻ്റെ 4 കണ്ടിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സ്ലിറ്റിൻ്റെ ആണ്. സ്ലിറ്റിൻ്റെ വരുമ്പോഴത്തേക്കും ഞാൻ എടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് 20 ഇഞ്ചാണ് സ്ലിറ്റിന് ഇറക്കം കൊടുക്കുന്നത്. അപ്പം സ്ലിറ്റിൻ്റെ ഇറക്കമൊക്കെ നമുക്ക് കുറച്ച് കയറ്റിയും ഇറക്കിയൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമൈസിൻ്റെ ഇതനുസരിച്ച് നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് നമുക്ക് ഹിപ്പ് റൗണ്ടാണ്. ഹിപ്പ് റൗണ്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് 44 ആണ്. അപ്പോൾ അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 11 ഇഞ്ച് വരും. അവിടുന്ന് 1 ഇഞ്ച് മാത്രമേ ഇവിടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ മാത്രം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കത്തുള്ളൂ. അപ്പം 44ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 11, അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 12 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ 3 പോയിൻറ്റും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറക്കം നമ്മൾ ആദ്യം തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് അടിവട്ടമാണ്. അടിവട്ടം നമുക്ക് ഒന്നെങ്കിൽ ഹിപ്പിന് ഇപ്പം നമ്മൾ 12 ഇഞ്ചാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 12ൻ്റെ കൂടെ നമുക്കൊരു 3 ഇഞ്ച് വരെ നമുക്ക് ഇപ്പം ഓരോരുത്തർക്ക് വിരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അല്ല ഒട്ടും വിരിവ് വേണ്ടെങ്കിൽ ആ 12 ഇഞ്ച് തന്നെ എടുക്കാം. നോർമലി നമുക്ക് ഒരു ഈ 12ൻ്റെ കൂടെ, അതായത് എത്രയാണോ അവിടെ ഹിപ്പ് എടുത്ത് അതിനേക്കാളും ഒരു 2-3 ഇഞ്ച് വരെ നമുക്ക് എക്സ്ട്രാ വിരിവ് കൊടുക്കാം അടിയിൽ. അപ്പോൾ എന്നിട്ട് അവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ടേപ്പോ സ്കെയിലോ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളൊന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും. അപ്പോൾ വെട്ടുമ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ ആദ്യം ബാക്ക് സൈഡിൻ്റെ രീതിയിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് വേണം ഫ്രണ്ട് സൈഡിൻ്റെ രീതിയിൽ വെട്ടിയെടുക്കാനായിട്ട്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ കുഴിവൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം വെട്ടാനായിട്ട്. അതേ രീതിയിൽ തന്നെ ഇപ്പം നമ്മുടെ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫുള്ളായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കട്ടിങ് വരുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ആണ്. സ്ലീവിൻ്റെ കട്ടിങ് വരുമ്പോഴത്തേക്കും നമുക്ക് മിച്ചം, അതായത് വെട്ടി മാറ്റിയ തുണി ഉണ്ടല്ലോ, അതിൽ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത്, 3/4 ആണോ, ഇപ്പം ഞാൻ 3/4 കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുത്തിട്ട് വേണം ഇറക്കം നമ്മൾ അടയാളപ്പെടുത്താൻ. അപ്പോൾ തുണി മടക്കി ഇടുമ്പോഴത്തേക്കും നമ്മൾ ചെസ്റ്റിന് എത്രയാണോ എടുത്തത് അതനുസരിച്ച് തുണി നമ്മൾ മടക്കിയിടുക. ഇപ്പം 4 വേണം തുണി മടക്കി ഇടാനായിട്ട്, അതായത് 2 സ്ലീവ് വേണമല്ലോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഇറക്കം ആദ്യമേ തന്നെ
ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ഒരു 3.5 ഇഞ്ചാണ് നമ്മൾ ദാ ഈ സൈഡിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ദാ ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ മുകളിലേക്കൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ദാ 1 ഇഞ്ചിൽ കൂടെ ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് കർവ് ചെയ്തെടുക്കുക. എന്നിട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ അതായത് അടിവശത്ത് നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വരെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. എന്നിട്ട് ഷേപ്പ് ചെയ്യുന്ന നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്താലും മതി കേട്ടോ. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്ത് ഇപ്പോൾ തന്നെ വെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടിക്കൊടുത്താലും മതി. അപ്പം സ്ലീവിൻ്റെ കട്ടിങ് ഇതാ ഇത്രയും തന്നെയുള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.